സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കൊട്ടത്തുമന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വീഡിയോ സർപ്പദോഷങ്ങളും ദുരിതങ്ങളും തീരുവാനും രാഹുർ ദശാകാലം അനുഭവിക്കുന്നവർക്ക് ആ ദുരിതങ്ങൾക്കൊരു ശമനമുണ്ടാകാനും പല ദശാകാലങ്ങളിൽ മാറി രാഹുവിൻ്റെ അപഹാരകാലം നടക്കുന്നവർക്കൊക്കെ ജപിക്കാവുന്ന ഉത്തമമായ ഒരു മന്ത്രം കൂടിയാണ് ഇത്. ഇന്നിപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് 10-ാം തീയതി നമ്മൾക്ക് അറിയാം, ഈ വേടമാസത്തിൽ 10-ാം തീയതിന് മുമ്പ് മിക്ക വീടുകളിലും സർപ്പ പൂജകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഈ സർപ്പ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും സർപ്പദോഷങ്ങളുള്ളവർക്കും രാഹുർ ദശാകാലം നടക്കുന്നവർക്കും രാഹുവിൻ്റെ അപകാരകാലം നടക്കുന്നവർക്കൊക്കെ ജപിക്കാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രമാണെന്ന് പറയുന്നത്. ഈ രാഹുർ ദശാകളുള്ള കാലങ്ങളിലൊക്കെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്, അലസത തോന്നുന്ന സമയമാണ്, ഇഷ്ടപ്പാടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ദുരിതങ്ങളൊക്കെ ഒന്ന് തീരുവാനും എല്ലാത്തിനും ഒരു ശമനം ഉണ്ടാകുവാനും ഈ നാമജപം, ഈ മന്ത്രജപം ഉത്തമമാണ്. വളരെ ലളിതമായ മന്ത്രമാണ്. നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ നമുക്ക് നല്ല ചിന്തകളും നല്ല വഴികളും ഒക്കെ ഉണ്ടാകും. ഈശ്വര അനുഗ്രഹവും നമുക്കുണ്ടാകും. അപ്പോൾ ഈ മന്ത്രം ഇപ്രകാരമാണ്. അത് ദിവസവും ഒരു 36 തവണ നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ദുരിതങ്ങളെല്ലാം തീരുവാൻ, ഈ രാഹുർ ദശയുടെയും സർപ്പദോഷത്തിൻ്റെയും ഒക്കെ ദുരിതങ്ങൾ തീരുവാൻ ഉത്തമമായൊരു മാർഗമാണ്. അപ്പോൾ ആ മന്ത്രം ഇപ്രകാരമാണ്. ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. അപ്പോൾ ഈ രാഹു മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ സർവദോഷ ദുരിതങ്ങളൊക്കെ മാറുവാൻ ഉത്തമമായ മന്ത്രമാണ്. എല്ലാവരും ഒരു 36 തവണ ജപിക്കുക. ദുരിതങ്ങളെല്ലാം മാറി സർവൈശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. இன்றைக்கி நம்ம சொல்ல போகிறது சர்ப்பதோஷம் என்று சொல்கிறது, நாகதோஷம் என்று சொல்கிறது எல்லாருக்குமே ரொம்ப பயம் இருக்குது. அதே மாதிரி ராகுர் தசை வர்ண டைமில் நம்ம ரொம்ப கஷ்டப்படுவாங்க. அந்த டைமுக்கு ரொம்ப லேசியாகி போடுவாங்க, நம்ம சிந்தை எல்லாமே மாறி போயிடுவாங்க, ரொம்ப டென்ஷன் ஆகிடுவாங்க. அப்போ அந்த மாதிரி ராகுர் தசை இருக்கிறவருக்கும் பல தசையும் நம்ம லைஃப்பில் மாறி வரும்போது அந்த தசா காலத்தில் ராகுவுக்கு அபகார காலம் வரனவருக்கும் அந்த நாகதோஷம் மாறதுக்கும் எல்லாமே உத்தமமான ஒரு மந்திரம் தான் இன்னைக்கு சொல்கிறது. இந்த மந்திரம் டெய்லி 36 வாட்டி அந்த மாதிரி தோஷம் இருக்கிறவருக்கெல்லாம் ஜபம் பண்ணலாம். அந்த தோஷம் எல்லாம் மாறி நல்லபடியாக வர்றதுக்கு இந்த மந்திரம் ஜபம் ரொம்ப முக்கியம். அப்போ அந்த மந்திரம் இப்படி தான். ஓம் நாகராஜாய வித்மஹே பத்மஹஸ்தாய தீமஹி தன்னோ ராகு பிரச்சோதயாத். ஓம் நாகராஜாய வித்மஹே பத்மஹஸ்தாய தீமஹி தன்னோ ராகு பிரச்சோதயாத். இந்த மந்திரம் ஒரு 36 வாட்டி நீங்கள் ஜபம் பண்ணுங்க. இந்த दुरिदंगल एல்லாம் मारी सर्व ऐश्वर्यங்களும் உங்களோட லைஃபுக்கு கிடைக்கட்டும். आज हम बात करते हैं कि नाग देवताओं को पूजा करना, नाग देवताओं को प्रार्थना करना हमारा जीवन में मुख्य स्थान है. ये सर्पदोष नागदोष निवारण के लिए राहुर दशा सभी ज़्यादा जातक में आता है. वो सब राहु की दोष सब निकालने के लिए, राहुर की अबहार काल की दोष सब निकालने के लिए ये मंत्र के बारे में आज बात करते हैं. नाग दोष निकालने के लिए, नागों को प्रार्थना करने के लिए, राहु को प्रार्थना करने के लिए ये मंत्र डेली आपको 36 टाइम में जपम कर सकते हैं. ये मंत्र ऐसा है कि ओम नागराजाय विद्महे पद्महस्ताय धीमहि तन्नो राहु प्रचोदयात्. ओम नागराजाय विद्महे पद्महस्ताय धीमहि तन्नो राहु प्रचोदयात्. ये मंत्र डेली 36 टाइम में जपम कीजिए. आप सबका नागदोष निवारने के लिए, राहुर दोष निवारने के लिए ये मंत्र उत्तम है. स्वामी शरणमय्यप्पा. माळी